ഞാനിന്നിവിടെ പറയാൻ പോകുന്ന ഡാറ്റ്സൺ ഗോയിൽ, അതായത് 2015 മോഡൽ ഡാറ്റ്സൺ ഗോയിൽ ഒരു 9 ഇഞ്ചിൻ്റെ നമ്മുടെ ഡയമണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിരിക്കുന്ന സെറ്റപ്പാണ്. അത് എങ്ങനെ ഫിറ്റ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഫ്രെയിം അതൊക്കെ ഇവിടുന്ന് കിട്ടി, ഇതിൻ്റെ എങ്ങനെയുണ്ട് ഇത് ഫിറ്റ് ചെയ്തിട്ടെന്നൊക്കെയാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇതാണ് നിലവിൽ നമ്മുടെ 2K ഡയമണ്ട് വരുന്ന സീരീസാണിത്. ഒന്ന് മറ്റേ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള റോട്ടറും പിന്നെ ഒരു വോളി അഡ്ജസ്റ്റ്മെൻറ്റുള്ള സെറ്റപ്പും തരുന്നുണ്ട്. ഇത് 9 ഇഞ്ച് വരുന്ന സ്ക്രീനാണ് ഈ സാധനം. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇത് നല്ല സ്മൂത്താണ്, വർക്ക് ചെയ്യാനൊക്കെ കുഴപ്പമൊന്നുമില്ല. ആൻഡ്രോയിഡ് ഇതെല്ലാം സെറ്റപ്പായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇത് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇത് 9 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, നമ്മുടെ ഈ വൈപ്പർ ബ്ലേഡ് ഈ സാധനത്തിട്ട് തട്ടുന്നുണ്ട് ചെറുതായിട്ട്. വൈപ്പർ ബ്ലേഡല്ല, സോറി, വൈപ്പറിൻ്റെ ഈ ലിവർ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് തൊട്ടില്ല എന്നൊരു സെറ്റപ്പില്ലാതിരിക്കുന്നത്. അത് ഇച്ചിരി, അതായത് ഇത്രയും വലിപ്പമുള്ളത് ഇതിന് എന്താ പറയുക, അപ്പം ചെയ്യാൻ പറ്റും. ഇപ്പം അതുകൊണ്ടോ നീക്കാൻ പറ്റും, എന്നിരുന്നാലും അത് ജസ്റ്റ് തട്ടീന്ന രീതിയിലായിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയാൻ. പിന്നെ എന്താണ് പറയാൻ, ഇതിൻ്റെ ഫ്രെയിം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൈയിൽ പുതുപ്പേട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അപ്പം ഈ ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ആദ്യം ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈ വണ്ടിക്ക് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന രീതിയിലാണ്. പിന്നീട് ഞാനോർത്ത് ഒന്നും പറ്റത്തില്ലായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഞാൻ വേറൊരു കടയിൽ ഷോപ്പിൽ ചെന്നു. അപ്പോൾ അവർ കണ്ടു പറഞ്ഞു ചെയ്യാം നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഫ്രെയിം ഉണ്ടോയെന്ന് അവർക്ക് ഡൗട്ടായിരുന്നു. പിന്നെ അവരോട് ചോദിച്ച് ഫ്രെയിം തപ്പിപ്പിടിച്ച് ശരിയാക്കി തരുമായിരുന്നു ചെയ്തത്. എനിക്ക് സ്റ്റീരിയോയ്ക്ക് എനിക്ക് കോസ്റ്റ് വന്നു, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് 7,000 രൂപ ചില്ല, 7,500 സംതിങ്ങിന് ഇത് കിട്ടി. പിന്നെ ഇത് പിടിപ്പിക്കാനായിട്ട് എനിക്കൊരു ഫ്രെയിമും ഇൻസ്റ്റാളേഷനിലാണ് കൂട്ടി 2,000 രൂപ. അത് ടോട്ടൽ 9,000 രൂപയാണ് എനിക്കിത് വന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കുവാണെങ്കിലും നല്ല പറയുവാണെങ്കിൽ ഇതിന് മികച്ചൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് നമ്മൾ ഈ സാധാരണ മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. ഇതുണ്ടോ, ഇതുകൊണ്ടായി ആൻഡ്രോയിഡ് 14 കാര്യങ്ങൾ വന്നിരിക്കുന്നത്, അതൊന്നും നോക്കണ്ട. പിന്നെ നമുക്കിതൊരു സ്പീഡോമീറ്റർ കിട്ടും. അത് അത്യാവശ്യം അക്യുറേറ്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം അക്യുറേറ്റ് ആണ്, ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആൻഡ്രോയിഡ് മാപ്പ് ഇല്ലെങ്കിലും നമുക്കിതിൽ ഇതുണ്ടോ, ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ലെങ്കിലും നമുക്കിതിനകത്ത് ആൻഡ്രോയിഡ് ഇതുണ്ട്, ക്രോമുണ്ട്, യൂട്യൂബുണ്ട്, പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒക്കെ സാധിക്കും. ഇത് കുഴപ്പമില്ല. നമ്മുടെ ഡാറ്റ്സണിലോട്ട് വരുമ്പോൾ ഡാറ്റ്സണിലോട്ട് ഇത് പിടിപ്പിക്കാൻ പറ്റുന്നത് പലർക്കും ഡൗട്ടുണ്ട്. അത് ഇതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ്സണിൽ ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇഞ്ചിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ, അതൊന്ന് ജസ്റ്റ് കുറച്ചുള്ളത് മേടിക്കുകയാണെങ്കിൽ ഇത്രയും ബെറ്റർ. ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും, എന്നിരുന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇത് ചെറുതൊരു തട്ടുന്നുണ്ട്, അതേയുള്ളൊരു പ്രശ്നമായിട്ട്. അതാണ് എൻ്റെ വീഡിയോ. ഇത് ഡാറ്റ്സൺ വണ്ടിയും കൂടെ നിങ്ങളെ കാണിച്ചു തരാം, ഏതാ വണ്ടിയിൽ നിന്ന്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്കൊരു ഇതാവട്ടെ, ഡാറ്റ്സൻ്റെ